മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറയുമായിരുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയേണ്ടത്, അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച്, നിറവ് പ്രാപിക്കാനുള്ള വ്യവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ഒരു കമാൻഡാണ് ആത്മാവിനാൽ നിറയുക എന്നുള്ളൊരു കമാൻഡാണ്. എഫേസ്യർ 5:18 പറയുന്നൊരു കമാൻഡാണ്. ആ കമാൻഡിൽ ആത്മാവിനാൽ നിറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനാൽ നിറയണം. ആത്മാവൊരു ഈ പവറോ അല്ലെങ്കിൽ ലിക്വിഡ് പോലെ ഒന്നും അല്ല നിറയുക എന്ന് പറയുമ്പോൾ, അതൊരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരവും നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് നിറവിൻ്റെ അനുഭവം വരുന്നത്. ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് സറണ്ടറിങ്. ആദ്യത്തെ ഇത് പറഞ്ഞ നിറവ് പ്രാപിക്കാനുള്ള വ്യവസ്ഥ സറണ്ടേർഡ് ലൈഫാണ്. ഇന്ന് സറണ്ടേർഡ് ലൈഫ് എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്ന ലൈഫാണ് പലതും ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവിന് പൂർണ്ണമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിറവ് പ്രാപിക്കാനുള്ള എന്ന് പറഞ്ഞാൽ വിക്ടോറിയസ് ലൈഫാണ്. തോൽവിയില്ലാത്തൊരു ജീവിതം. ഈ തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ പടവുകളാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ തോൽവി ഉണ്ടെങ്കിൽ ചവിട്ടി വിജയത്തിലേക്ക് കയറും എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ വീണാണല്ലോ എഴുന്നേൽക്കാനും നടക്കാനും ഒക്കെ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ വീണ് ഇരിക്കുന്ന ഒരു ക്രിസ്ത്യൻസിനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എപ്പോഴും വീഴുകൊണ്ടേ ഇരിക്കുക. നോർമലി കാണുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ നോർമലി കാണുന്നൊരു കാര്യമാണ്. എല്ലാ സൺഡേസിലും പള്ളിയിൽ പോയി പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പള്ളിയിലെല്ലാം കളഞ്ഞിട്ട് പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതെല്ലാം പഴയതുപോലെ പിടിച്ചിഞ്ഞ് കയറ്റിക്കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥ തന്നെ ഒരു വ്യത്യാസമില്ല. അന്നേരം ഒന്ന് ഏറ്റുപറഞ്ഞു ഒരു ദിവസം മുഴുത്ത മാനസാന്തരം ഒരു ദിവസം എന്ന് പറയുന്ന പോലെ മുഴുത്ത മാനസാന്തരം പോലെ ഒരു ദിവസം നമ്മൾ മാനസാന്തരപ്പെട്ട് വിക്ടറി ആകുക എന്നുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പാപത്തിൽ നിന്ന് എല്ലാം തന്നെ നമ്മൾ ജയം എടുക്കുക എന്നുള്ളതാണ്. എഫേസ്യർ 4:30 ഇങ്ങനൊരു വാക്യമുണ്ട്, നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മൾ ഫെയിൽഡ് ആവുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. കാരണം അവനാണ് നമ്മളെ എംപവർ ചെയ്യുന്നത്. അവൻ ഉള്ളിലിരുന്നാണ് നമുക്ക് ശക്തി തരുന്നത്. അവനാണ് ജഡത്വമായിട്ട് പോരാടി നമ്മളെ അതിലേക്ക് കടത്താൻ നമ്മളെ ശക്തി നമുക്ക് തരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇന്നർ വോയിസ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന വോയിസ് എഗൻസ്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ വിക്ടറി അല്ല ഫെയിലിയറാണ് വരുന്നത്. അങ്ങനെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് അകത്ത് ദുഃഖിക്കും. അവനെ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്, വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുകയാണ്. ഒരിക്കൽ നമ്മളെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെല്ലാം വീണ്ടെടുക്കപ്പെടും. അതിനുവേണ്ടി നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സൗണ്ട് കേൾക്കാൻ നമ്മൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ റിസപ്റ്റീവ് ആയിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആണ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ പാപത്തിൽ വീണുപോയാൽ, പാപത്തിൽ മനഃപൂർവ്വം വീഴുന്നതല്ല, ഏതെങ്കിലും രീതിയിൽ വീണുപോയാൽ അപ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ അത് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ക്ഷമ ചോദിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. 1 യോഹന്നാൻ 1:7 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തിലിരിക്കുന്ന ദൈവവുമായിട്ട് നമുക്കെപ്പോഴും ഒരു കൂട്ടായ്മയുണ്ട്. എങ്ങനെയാണ്? നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇരുട്ടിൻ്റെ ഒന്നും തന്നെ അധികാരവും അവകാശവും അവിടെ കാണത്തില്ല. വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരവും അവകാശവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരും. എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്ന് പറയുന്നത് വെളിച്ചമുള്ളപ്പോൾ അന്ധകാരമില്ല. വെളിച്ചമാണ് വലുത്. വെളിച്ചം ഒരു മെഴുകുതിരി കത്തിച്ചു കഴിയുമ്പോൾ ഇരുട്ടുള്ള റൂമിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ അന്ധകാരം പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നു.
ഏതാണ് വലുത് എന്ന് നമ്മളോട് ചോദിച്ചാൽ വെളിച്ചമാണോ ഇരുട്ടാണോ വലുതെന്ന് ചോദിച്ചാൽ ഇരുട്ടെന്നുള്ളൊരു അവസ്ഥയില്ല. വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്കാണ് ഇരുട്ടെന്ന് പറയുന്നത്. അതുകൊണ്ടൊരു വെളിച്ചം അവിടെ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള വെളിച്ചത്തിൽ, ദൈവം വെളിച്ചമായിരിക്കുന്ന അതേ ഒരു ഫെലോഷിപ്പിലാണ് നമ്മൾ ജീവിക്കുക. വി ആർ ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് വൺ അനദർ. അങ്ങനെ വരുമ്പോഴേ എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും രീതിയിൽ ഒരു പാപത്തിൽ വീണുപോയാൽ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ഹിസ് സൺ ക്ലെൻസസ് us ഫ്രം ഓൾ സിൻ. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പ്ലീസ് ഒന്ന് കേൾക്ക്. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. വെളിച്ചത്തിൽ നടക്കുമ്പോൾ വീണു പോകുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ തന്നെ ദൈവത്തോട് പാപം ഏറ്റുപറയുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. അല്ലാതെ പാപത്തിൽ കിടന്ന് രസിക്കുന്ന അവസ്ഥയല്ല ഇത്. അതാ നേരത്തെ പറഞ്ഞ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ലൈഫ് ഷാൽ ബി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. നമ്മുടെ ജീവിതം, ആത്മീയ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതമായി തീരും. ദാറ്റ് ഈസ് ദ ഫില്ലിംഗ്, നിറയുന്ന അനുഭവം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ വിക്ടോറിയസ് ലൈഫ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ നേരത്തെ ചിന്തിച്ച കാര്യം, ഇപ്പോഴും സ്റ്റിൽ വി ആർ ഇൻ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബാലാരിഷ്ട മാറാത്ത കുഞ്ഞുങ്ങളെ പോലെ ഇപ്പോഴും ജീവിക്കുന്ന അവസ്ഥ. കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള ഡോക്ട്രിൻസ് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും വീണ് എഴുന്നേറ്റ് ഓടാനും നടക്കാനും പഠിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി വെളിച്ചത്തിൻ്റെ മക്കളായി വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ദൈവം വെളിച്ചമാകുന്നതുകൊണ്ട് ആ വെളിച്ചവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ എപ്പോഴും ജീവിക്കാനായി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ വീണാൽ, 2 പ്രാവശ്യം വീണാൽ 50 പ്രാവശ്യം വീഴത്തില്ല, 3-ാമത്തെ പ്രാവശ്യം വീഴത്തില്ല, എഴുന്നേറ്റ് നിൽക്കണം. അതാണ് കഴിവ്. അത് നമ്മുടെ സെൽഫിൻ്റെ കഴിവുകൊണ്ടല്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. വീഴാതെ വണ്ണം നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള യൂദയുടെ ലേഖനത്തിൽ പറയുന്ന വാക്യമാണ്. വീഴാതെ വണ്ണം നമ്മൾ വീണു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവിടാണ് പരിശുദ്ധാത്മാവിൻ്റെ റോള്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഫില്ല് ചെയ്യുമ്പോഴേ വീഴാതെ നടന്നു പോകുവാനായിട്ട്, ഓടിപ്പോകാനായിട്ട്, പറന്നു പോകാനായിട്ടുള്ള കൃപ പരിശുദ്ധാത്മാവിൽ. ഹല്ലേലൂയ. അതാണ് വിക്ടോറിയസ് ലിവിങ്, ക്രിസ്ത്യൻ ലിവിങ് എന്ന് പറയുന്നത്. അതാണ് ലൈഫ് കൺട്രോൾഡ് ബൈ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ വിക്ടറി ഓവർ ഓൾ സിൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. സിൻ ഷാൽ നോട്ട് മാസ്റ്റർ യു. പാപത്തെ നിങ്ങൾ ഒരിക്കലും മാസ്റ്റർ ചെയ്യരുത് എന്നാണ് റോമർ ലേഖനത്തിൽ പറയുന്നത്. സിൻ ഷാൽ നോട്ട് മാസ്റ്റർ യു. നിങ്ങൾ പാപത്തെ കീഴ്പ്പെടുത്തുന്നവരായിരിക്കണം, പാപം നിങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തരുത് എന്ന് പറയുന്നത്. അവിടെയാണ് വിക്ടോറിയസ് ലിവിങ് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് ധാരാളമായിട്ട് അതിന് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോ ദിവസവും നമ്മളത് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുന്നതനുസരിച്ച് ദൈവം അതിങ്ങനെ കാണിച്ചു തന്ന് നമ്മളെ ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സറണ്ടേഡ് ലൈഫിനെ പോലെ തന്നെ വിക്ടോറിയസ് ലൈഫ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒന്നുകൂടെ ഒരു പോയിന്റ് കൂടെ പറയാം. ഡിപ്പെൻഡൻറ്റ് ലൈഫ്, ആശ്രയ ജീവിതം. ഗലാത്യർ 5:16 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡത്തിൻ്റെ മോഹം നിവർത്തിച്ചാൽ ആത്മാവ് ഉള്ളിലിരുന്ന് ഞരങ്ങും. ഒരിക്കലെങ്കിലും നിങ്ങൾ ജഡത്തിൻ്റെ മോഹത്തിന് യെസ് പറഞ്ഞാൽ 2, 3, 4, 5 അവസാനം അത് പ്രാക്ടീസ് ചെയ്ത് എൻജോയ് ചെയ്ത് ഹാബിറ്റായി ജീവിതത്തിൽ വരും. മാത്രമല്ല നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും നിങ്ങളത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ചില പാപങ്ങൾ 1, 2, 3, 4, 5 ചെയ്തുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഹാബിറ്റായി മാറിക്കൊണ്ട് അത് നിങ്ങളുടെ ക്രോമസോമിൽ വന്ന് അടുത്ത തലമുറയ്ക്കും കൊടുക്കുന്ന ഒരു ബോണ്ടേജായി തീരുന്ന ഒരു അനുഭവം, ജഡത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് എ ഡിപ്പെൻഡൻറ്റ് ലൈഫ് എപ്പോഴും ആവശ്യമാണ്. എന്തോ ഡിപ്പെൻഡൻറ്റ് ലൈഫാണ്? ആത്മാവിൽ ഡിപ്പെൻഡ് ചെയ്യണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. Walk in the spirit and ye shall not fulfill the lust of the flesh. ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ആത്മാവിനെ നിറയുന്നതിനുള്ള കണ്ടീഷൻസ് ഇതാണ്: സറണ്ടേഡ് ലൈഫ്, വിക്ടോറിയസ് ലൈഫ്,
എ ഡിപ്പെൻഡൻറ്റ് ലൈഫ്. ഈ 3 രീതിയിലുള്ള ജീവിതം ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ജീവിതത്തിൻ്റെ ഡാർക്കായിട്ടുള്ള പാച്ചസ് എല്ലാം ശുദ്ധീകരിക്കപ്പെട്ട്, നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെൽഫായിട്ട് ക്യൂറി ചെയ്യുന്ന, അല്ലെങ്കിൽ സെൽഫായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന, ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ പണിഞ്ഞ് നീറ്റായി നമ്മുടെ ജീവിതം ഇങ്ങനെ 50, 60, 70, 80 ഇങ്ങനെ 100%ലേക്ക് വരുന്നതായിട്ട് കാണാം. ഒരു കറയും ഒരു വാട്ടവും ഒരു മാലിന്യവും ഒരു ചുളുക്കവും ഇല്ലാതിരിക്കുന്ന അനുഭവം. ഒരു പേപ്പറിനകത്ത് ഒരുപാട് മഷിയുടെ കുത്തുകളുണ്ടെങ്കിൽ, ഒരു പേജ് മുഴുവൻ മഷിയുടെ കുത്തുകളാണ്, ഡോട്ടുകളാണെങ്കിൽ ഒരു കുത്തിട്ടാൽ അതിനിടയ്ക്ക് നിങ്ങളൊരു കുത്തിട്ടാൽ അറിയത്തില്ല. എന്നുവെച്ചാൽ ജീവിതം മുഴുവൻ പാപമംഗലമായിരിക്കുമ്പോൾ ഒരു പാപമൊന്നും ചെയ്താലൊന്നും അറിയത്തില്ല. എന്നാൽ ഒരു ക്ലീൻ വൈറ്റ് പേപ്പറാണ്, അതിനകത്ത് ഒരു ചെറിയ ഒരു മഷിയുടെ ഒരു ചെറിയ ഡോട്ട് വന്നാൽ പെട്ടെന്ന് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു വിക്ടോറിയസ്ലായിട്ട് സറണ്ടേഡായിട്ടുള്ള ലൈഫിലെ ഒരു പാപക്കറയുടെ അംശം വന്നാൽ പോലും പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ അത് വെളിപ്പെടുത്തി തരികയും നിങ്ങളെ വിക്ടോറിയസ് ആക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഉടൻ തന്നെ നിങ്ങൾക്ക് മായിച്ച് അത് ഡിപ്പെൻഡൻ്റ് ആക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ നാളുകളിലെ ആത്മാവിലെ ഒരു നിറവ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ഒരു സമയങ്ങൾ ഒരു എൻഡ് ടൈംസ് ആണ്. ആസ് പെർ ബൈബിൾ ദീസ് ആർ എൻഡ് ടൈംസ്, അവസാന നാളുകളാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള സമയമെല്ലാം അവസാന നാളുകൾ എന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെയും ഏറ്റവും അങ്ങേയറ്റത്തായി ഏകദേശം 2000 വർഷം കഴിഞ്ഞല്ലോ വീണ്ടും. അതുകൊണ്ട് ഇപ്പോഴേ നമുക്കറിയാം അന്നത്തേലും കൂടുതലായിട്ട് സൈറ്റാനിക് ആക്ടിവിറ്റീസ് ഇന്ന് ലോകത്തിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. യേശുവിൻ്റെ സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ സൈറ്റാനിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ ഉറക്കം ഒക്കെ നമ്മൾ കളഞ്ഞിട്ട് ആത്മീയ ഉണർവ് പ്രാപിച്ച് ഇരിക്കണം. ഉറങ്ങുന്നവരെ മരിച്ചോടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്ന പ്രോമിസ് പോലെ നമ്മൾ ആത്മീയ ഉറക്കമൊക്കെ മാറ്റിയിട്ട് ഇന്ന് ആത്മീയ ഉറക്കമൊക്കെ ഒരു സ്പിരിച്വൽ ഡെത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് നമ്മൾ ഉണർവോടുകൂടി ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് നിരന്തരമായ ഉണർവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ക്രിസ്തീയ ചാനലുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുകയും ഇതൊക്കെ കേട്ടിട്ട് കുറച്ചുകൂടി ഉണർവ് പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ചാൻസ് ആയിട്ടൊന്നുമല്ല. ചിലർ ചിന്തിക്കും ദിസ് ഈസ് ബൈ എ ചാൻസ്. നോ, ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചാനൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 5 പേര് ഒരുങ്ങിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. 5 പേര് പല എക്സ്ക്യൂസ് അവർക്ക് പറഞ്ഞു, പല കാര്യങ്ങൾ അവർ പറഞ്ഞു. അവസാനം മണവാളൻ വന്നപ്പോഴത്തേക്ക് 5 കന്യകമാർ മണവാളനോട് പ്രവേശിച്ചു. ബാക്കിയുള്ളവരെല്ലാം അവർ പല രീതിയിൽ പുറപ്പെട്ടു പോയി. പക്ഷേ അവരുടെ കാര്യങ്ങൾ പർപ്പസ് മീറ്റ് ചെയ്തില്ല എന്നുള്ളത്. ചില ആളുകൾ പറയും, ശരിയാണ്, ഞാൻ എൻ്റെ യൂത്തിലൊക്കെ എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് പ്രായമാകുമ്പോൾ ഞാൻ ഈ ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർഗമൊക്കെ എടുത്തോളാം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, സഭാപ്രസംഗി 12:9 പറയുന്ന യൗവനകാലത്ത് എൻ്റെ സൃഷ്ടാവിനെ ഓർക്കുക. അതുകൊണ്ട് ആത്മീയരായ നിങ്ങളെ ഉറങ്ങിപ്പോകാതെ ദൈവവചനത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവവചനം നിങ്ങളുടെ കാലിന് പ്രകാശവും പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവും ആയിട്ടുള്ള ദൈവവചനം അത് എടുക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ജഡത്തെ ജയിക്കുകയും പരിശുദ്ധാത്മാവ് നിറവിലേക്ക് ചെല്ലുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിറവ് നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ജഡത്തിൻ്റെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും രണ്ടും എപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൽ നിന്നൊരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നാളുകളിലെ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ അതിജീവിച്ച് ജീവിക്കാനായിട്ട് സാധ്യമാവുള്ളൂ. പ്രലോഭനങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ആ ഇന്നർ സ്ട്രെങ്ത് കൂടുതലായിട്ട് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് തരുന്നതാണ് ഇന്നർ സ്ട്രെങ്ത്. അത് ഒരു ഫീലിംഗ് അല്ല, ഒരു പവറായിട്ട് മാത്രം നമ്മൾ കാണരുത്. അതിനൊക്കെ ഉപരിയായിട്ട് ദാറ്റ്സ് എ പേഴ്സണൽ ലിവിങ് ഇൻ അസ്. അത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശാക്തീകരണം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചുകൊണ്ട് അവൻ ശക്തി തരുന്നതാണ്. അല്ലാതെ ഒരു പവറായിട്ട് നമ്മളത് കാണരുത്. അതുകൊണ്ട് ഈ നാളുകളിലെ ഈ സൂപ്പർ നാച്ചുറൽ പവർ, ശക്തി നമ്മൾ ധാരാളമായിട്ട് നിറയണം. അതാണ് നമുക്ക് ആവശ്യം. ഇത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഈ ശക്തി നമ്മൾ നിറയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജഡീകമായിട്ടുള്ള സ്വഭാവത്തെയൊക്കെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കളഞ്ഞുകൊണ്ട് ആത്മാവിൽ കൺട്രോൾ ചെയ്യപ്പെട്ടൊരു ജീവിതം ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. സോ വി ഷുഡ് ഹാവ് എ ലൈഫ് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. ദാറ്റ് ഈസ് ദ ലൈഫ്
ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ ഫില്ലിങ്. അത് ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റാണ്, ആത്മാവിൻ്റെ നിറവാണത്. അതാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. ഈ ആത്മാവിൻ്റെ നിറവ് വരുമ്പോഴാണ് നമ്മളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആത്മാവിൻ്റെ നിറവെന്നൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചില എക്സ്റ്റേണലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില ഗിഫ്റ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആത്മാവിൻ്റെ നിറവിൻ്റെ ലക്ഷണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. നോ, അതുണ്ടാവാം, അതുണ്ടായിക്കൂടായില്ല, അതുണ്ടാവാം. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നുണ്ട്. അതുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നാൽ ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അവിടെ ഉണ്ടാവുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. ഗലാത്യർ 5:22-23 ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന അത് തന്നെ നമുക്കറിയാം, വൺ ഫ്രൂട്ടാണ്. ദറ്റ്സ് എ നോട്ട് ഫ്രൂട്ട്. ഈ ഓറഞ്ചിനകത്ത് 9 അല്ലികൾ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന സാധനം ഒറ്റൊരു ഫ്രൂട്ടാണ് ആത്മാവിൻ്റെ ഫലം. അതാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്. അതുള്ളപ്പോഴാണ് നമ്മൾ അറിയുന്നത്, നമ്മളെക്കുറിച്ച് അറിയുന്നത്, ജനം അറിയേണ്ടത് യു ബിലോങ് ടു ഗോഡ്, നീ ദൈവത്തിന് ഉള്ള മനുഷ്യനാണ്. യു ആർ ദ വൺ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഈ ഉണർവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരട്ടെ, ആത്മാവിൻ്റെ ആ ഉണർവ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ 1962 ജനിച്ചത്. ഏകദേശം 4-5 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സൺഡേ സ്കൂളിലൊക്കെ പോകാനായിട്ടൊക്കെ ദൈവം കൃപ വന്നു. അന്നേരം ആ സമയം തൊട്ട് ഞാൻ നോട്ട് ചെയ്യുന്നൊരു കാര്യം, ആ സമയങ്ങളിലൊക്കെ ആത്മീയ ഉണർവ് ധാരാളമായിട്ടുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് 80s, 90s, 2000 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരൊരു അവനോനിസം പോലെയുള്ള ചില പരിപാടികൾ, അങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ആരംഭിച്ച് എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, എല്ലാം ഒരു ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഈ സുവിശേഷ പ്രവർത്തനവും ഇതെല്ലാം ആ ഒരു രീതിയിൽ സ്റ്റൈലിലായി തീർന്നിട്ട് ഈ ഉണർവിൻ്റെ അംശം അങ്ങ് കുറഞ്ഞു പോകുന്നൊരു അനുഭവം കണ്ടു. പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു, വേദോസ പഠനം കുറഞ്ഞു, ആളാം പ്രതി സുവിശേഷ വില കുറഞ്ഞു, അന്യോന്യം കെയർ ചെയ്യുന്നത് കുറഞ്ഞു. എല്ലാം അവരുടെ കാര്യങ്ങൾ മാത്രം, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. അങ്ങനൊരു സ്റ്റൈലിൽ ഒരു 10-20 വർഷമായിട്ട് സുവിശേഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ കാണാവുന്ന ആളുകൾ കൂടുതൽ ക്രിറ്റിസിസമാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. ഈ ക്രിറ്റിസിസം കൊണ്ടൊന്നും ആരൊക്കെ നന്നായി വരുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവവചനം, അതിൻ്റെ പ്രാധാന്യവും, പ്രാർത്ഥിക്കുകയും ആത്മാവിൽ നിറയുകയും ആത്മീയ പ്രചോദനവും അതനുസരിച്ചുള്ള ജീവിതവും ചുരുക്കമായി കുറഞ്ഞു വന്നിരിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കണം ആത്മാവിൽ നിറയണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം ആത്മാവിൽ നിറയുക എന്ന് പറയുന്നത് നമ്മൾ ആത്മാവിന് ഈൽഡ് ചെയ്യപ്പെടുക, അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ. സറണ്ടേർഡ് ലൈഫായിട്ട് നമ്മളെ ജീവിതത്തെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആവശ്യം. രണ്ടാമത്, അതുപ്രകാരം നമ്മളൊരു വിക്ടോറിയസ് ലൈഫാവുന്നു. അത് കഴിഞ്ഞ് ടോട്ടലി നമ്മൾ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തൊരു ലൈഫാവുന്നു. ഇങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് എന്തെങ്കിലും പ്രയാസമുള്ളവരെ ഇന്ന് രാത്രിയിൽ തന്നെ ദൈവം വലിയൊരു റിലീസ് കൊടുക്കും. പ്രത്യേകിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം വലിയൊരു റിലീസ് നിങ്ങൾക്ക് തരും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറയുന്ന കാര്യമാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങളെല്ലാം ആത്മാവിൽ നിറയ്ക്കണം. ഈ നാളുകളിലെ ഞങ്ങളുടെ ജീവിതം കർത്താവെ നിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെട്ടുകൊണ്ട് കർത്താവെ ഞങ്ങൾ വിജയാളികളായി, കർത്താവെ വിജയം ഡിക്ലെയർ ചെയ്യുന്നവരായി ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ വിക്ടറി കർത്താവെ നീ എൻ്റെ പരിശുദ്ധാത്മാവാണ് തരുന്നത്. നിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൺട്രോൾ ചെയ്യപ്പെട്ട ജീവിതം നയിപ്പാനായിട്ട്, വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ കർത്താവെ ഈ ദിവസങ്ങളിലെ ശരീരത്തിലെ വ്യഥകൾ കൂടി പോകുന്നവരുണ്ട്. കർത്താവെ അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞരമ്പുകൾ കൂടി രക്തഓട്ടമില്ലാതെ പ്രയാസപ്പെട്ട് കർത്താവെ നടക്കാൻ
ബുദ്ധിമുട്ടുള്ളവരും അതുപോലെ കർത്താവെ തലയിൽ ക്ലോട്ട് വന്നിരിക്കുന്നവരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളെ കാണിച്ചു തരുന്ന കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, നീ വലിയ സൗഖ്യം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞരമ്പുകൾ കൂടി രക്തോട്ടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലയിലെ ക്ലോട്ടുകളൊക്കെ അലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതെങ്കിലും രീതിയിൽ ആത്മാവിൻ്റെ കൺട്രോൾ ചെയ്യാത്ത ജീവിതമായിട്ടുണ്ടെങ്കിൽ, പാപപങ്കലമായിട്ടുള്ള അഡിക്ഷൻസ് ഉള്ള ജീവിതങ്ങളെ ഇന്ന് വലിയ റിലീസ് യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളിൽ നിന്ന് കടന്നു പോകുന്നില്ലേ, നിങ്ങളുടെ കൈ ആ സ്ക്രീനിലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോടൊപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ പ്രയാസം ഒന്ന് കർത്താവിനോടൊന്ന് പറയുമോ? എന്ത് പ്രയാസമായാലും ദൈവം മാറ്റിത്തരാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ്. നിങ്ങളുടെ സ്ക്രീനിലോട്ട് നിങ്ങൾ ആ കൈ ഉയർത്തി, ദൈവമേ അതൊന്ന് മാറ്റിത്തരണമേ, ആ പ്രയാസത്തിന് വേണ്ടി അതൊന്ന് മാറുവാനായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചവരുടെ ആ ദുഃഖമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നീ പൂർണ്ണമായിട്ടൊരു വിടുതലും സമാധാനവും കൊടുക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അവിടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിൽ നിന്നുള്ള വലിയ വിടുതൽ ഈ രാത്രിയിൽ അവിടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.